നമ്മളെ പുതിയ വ്ളോഗാണിത്. നമുക്ക് വലിയ പരിചയം വ്ളോഗ് എടുത്തിട്ട് സെക്കൻഡ് വ്ളോഗാണിത് ഇൻഷാല്ലാ. അപ്പോൾ ഇന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഇന്ന് ഹോം ടൂറാണ്. അഥവാ നമ്മള് എന്താണ് കോളേജിൽ പഠിക്കുന്നത് ലാസ്റ്റ് ഇയേഴ്സ് ആണ്, നമുക്കറിയാലോ. അപ്പോൾ ലാസ്റ്റ് ഇയേഴ്സ് ആയതുകൊണ്ട് തന്നെ ഒതുങ്ങിയിരിക്കണം. നമ്മളെല്ലാവരും വീട്ടിലേക്ക് എന്ത് ചെയ്യും, എല്ലാവരും പോകും. എന്നിട്ട് അന്ന് ഫുഡ് കഴിക്കാൻ ഒരു ഗിഫ്റ്റ് ഇന്ന് നമ്മൾ സ്റ്റാർട്ടിങ് ആണ്. പിന്നെ നമ്മള് മുഫീദിന്റെ വീടിന്റെ എന്താണ് ഹൗസ് വാമിംഗ് ആണ്. ഹൗസ് വാമിംഗ് ബാക്കി ഞങ്ങൾ അറിയിക്കാം. പെണ്ണാണോ എതിര് പിടിച്ച് യൂട്യൂബിലുണ്ടോ? കാര്യത്തിലാണ്, യൂട്യൂബിലുണ്ട്, വ്ളോഗാണ്. ഇതാ നമ്മളെ ഹാഷിം പി ഹാഷിം പൂക്കി. എന്തേ പറ, രണ്ടു വാക്ക് പറ. ഇവന് ഇൻട്രോവേർട്ടാണ്, ഇത് വലിയ ഇൻട്രോവേർട്ട്. പരിപാടിക്ക് യൂട്യൂബിലുണ്ടോ കണ്ടത്? ഇതാരാണ് പരിചയപ്പെടുത്ത്? ഇതാരാണ്? അല്ല, യൂട്യൂബേഴ്സിന് പരിചയപ്പെടുത്തി കൊടുക്കും. പരിചയപ്പെടുത്തി കൊടുക്കും യൂട്യൂബേഴ്സിന്. പരിചയപ്പെടുത്തു ആയത് മുഫീദ്. ഇതാണ് നമ്മളെ ഇന്ന് നമ്മളെ വെൽക്കം ചെയ്ത മുഫീദാണ്. എന്താണ് മുഫീദിന്റെ വീട്ടിൽ കൂടുതലാണ്. അപ്പോൾ നമ്മളൊരു ഹോം ടൂർ നടത്തണം. മുഫീദെ, ഹോം ടൂർ ഉണ്ടേ മുഫീദിന്റെ? ലീഡർ എന്താ പറയാ, നമ്മൾ ഫസ്റ്റ് ഹോം ടൂർ ആണ്. അപ്പൊ എന്താ പറയാനുള്ളത്? എന്താ പറയാ? രണ്ടാൾക്ക് പറ, ലീഡർ പറയണോ? ഞങ്ങളെ എന്താ പറയാനുള്ളത്? നമ്മൾ ഫസ്റ്റ് ഹോം ടൂർ അല്ലേ? ഇതാണ് നമ്മളെ ക്യാമറാമാൻ. ഫവാസ് പറയണോ? നമ്മൾ ക്ലാസ്സിൽ സ്വന്തമായിട്ടില്ലേ അഭിപ്രായമുള്ള ഫവാസ് മാത്രം. ഇതൊക്കെ നമ്മളെ ഗസ്റ്റിലുള്ള ആൾക്കാരാണ്. എപ്പോഴും ഉണ്ടാവില്ല അല്ലേ? എപ്പോഴെങ്കിലും ഉണ്ടാവും, കോളേജിൽ ഉണ്ടാവില്ല. എന്താ പറയാനുള്ളത്? ഇത് നമ്മളെ മുഫീദിന്റെ കൊട്ടാരാണ്. നമ്മൾ കുറെ കാലം ഭരണം വിചാരിക്കും. ഇപ്പോഴാണ് അതിനുള്ള സമയം. ദാവത്തൊക്കെ നമ്മളെ ഗസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മളെ എല്ലാ വീഡിയോസിലും ഉണ്ടാവില്ല. എന്തേ പറ, രണ്ടു വാക്ക് പറ. എല്ലാ വീഡിയോയിലും ഉണ്ടാവും. രണ്ടു വാക്ക് പറ. എന്താ പറയുക, നമ്മൾ ഫസ്റ്റ് ഹോം ടൂർ അല്ലേ? ഫസ്റ്റ് ഹോം ടൂർ ആണ്. ആദ്യത്തെ ഹോം ടൂർ ആണ്. ഫസ്റ്റ് ആയിട്ട് തന്നെ തുടങ്ങി. ഷഫീർ എന്തേ പറ, രണ്ടു വാക്ക് പറ. മുഫീദിന്റെ നമ്മള് ഫസ്റ്റ് ഹോം ടൂർ ആണ്. അപ്പൊ എന്താ പറയാനുള്ളത്? ഇല്ല, നമ്മൾ ഫസ്റ്റ് ഹോം ടൂർ ആണിത്. ഇപ്പൊ എന്താ പറയാനുള്ളത്? എന്ത് വേറെ പറയാ? ഷഫീർ ആരാ നമ്മള് പരിചയപ്പെടുത്തണ്ടേ? ഷഫീർ നമ്മളൊക്കെ പണ്ട് പഠിച്ച ആളാണ്. നമ്മളെ ഇപ്പൊ സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ പറയാം. കണ്ണൂർക്ക് വിളിക്കും, എന്തായാലും വിളിക്കും. അല്ല വായത ഇതാരാ ലാസ്റ്റില്ലാത്ത ആള്? ആരാ പരിചയപ്പെടുത്ത്? വ്ളോഗാണിത്. നമ്മളെ സ്വഭാവിന്റെ അനിയനാണ്. ഇപ്പൊ രണ്ടു വാക്ക് പറ, വള പറ. അടുക്കടുക്കടുക്ക് വള പറ. ഇന്ന് നമ്മള് ഫസ്റ്റ് ഹോം ടൂർ ആണ് നമുക്ക്. അപ്പൊ എന്താ പറയാനുള്ളത്? ആലോചിച്ചിട്ട് പറയണം. അടുത്തടേക്ക് പറയണം. അതുപോലെ എന്ന് പറയാനുള്ളത് ഹാപ്പി മാരീഡ് ലൈഫ്.
അച്ഛനൊരു പ്രശ്നം ഉണ്ടായ നമ്മുടെ പ്രശ്നം മെത്തേഡ് ആക്ടിങ് ആൻഡ് നാച്ചുറൽ ആക്ടിങ് മരിച്ചിട്ടില്ല. അങ്ങനല്ല, ഈ കുറെ ആക്ടേഴ്സ് പുഷപ്പ് എടുക്കും. അപ്പൊ ഒരു ഇത് കിട്ടാൻ വേണ്ടി ടെമ്പർ ജോറ് ക്ലാസ്സിലും ക്ലാസ്സിലായാലും പള്ളിക്കലായാലും ഹോം ടൂറിനായാലും ജോറ് ലാസ്റ്റ് ചെയ്തു. സാറേ നമ്മളെ വ്ളോഗാണ് സാറേ. ഇതാണ് നമ്മളെ സലീം അലി സാർ. ഇത് സെലിബ്രിറ്റിയാണ്. ഒരു ഹായ് പറ വ്ളോഗാണ്. യൂട്യൂബിലുണ്ടോ അടുത്ത യൂട്യൂബിലുണ്ടോ? ഇത് പറ എന്തോ പറ. ധാരാ പറ. ഇത് നമ്മളുടെ ആസാരനല്ല, പക്ഷെ വൈകുന്നേരം വന്ന അൽത്താഫ് ഫുഡ് എവിടെ ഉണ്ടോ അവിടെ ഉണ്ടാവും. ഷാനുവേ എന്താ പറയാനുള്ള വ്ളോഗില് പറ. ഒന്ന് കഴിഞ്ഞിട്ട് ഫുഡ് ഉണ്ടായി കേറ്. ഇതാണ് മുഫീദിന്റെ നമ്മളെ പഴയ വീട്. ഇതാണ് നമ്മളെ മുഫീദിന്റെ പഴയ വീട്. മുഫീദ് പുതിയ വീട് അപ്ഗ്രേഡ് ചെയ്ത്. അപ്പൊ ഇതാണ് മുഫീദിന്റെ പുതിയ വീട്. നമുക്കെന്ത് ചെയ്യാം, ഒരു ഹോം ടൂർ നടത്താം. മുഫീദിനെ വീട്ടിൽ കൊണ്ട നമുക്ക്. അപ്പൊ കേറിയപ്പോ തന്നെ ഒരു ലിവിങ് സ്പേസ് ഉണ്ട്. ഇതാണ് വീടിന്റെ ഓണർ. പിന്നെ അങ്ങനെ വരാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇന്റീരിയർ വർക്ക്സ് ഒക്കെ ഉണ്ട്. ഇതാണ് ഡൈനിങ് ഏരിയ. ഇത് റൂംസ് ആണ്. പിന്നെ കിച്ചണ് നമുക്ക് അങ്ങനെ കാണിക്കാൻ പറ്റില്ല. എല്ലാ വ്ളോഗാണിത്. അപ്പോ ഇതാണ് കണ്ണാടി. നിങ്ങൾ ഇത് തുറന്ന വെള്ളം വരും. ഓക്കെ. എവിടെ കുളമ്പ് കാളി? ഇതാണ് കാളി. കോളേജിൽ നിന്ന് മുങ്ങും ഒലുതുണ്ടായാല് അല്ലേ സൽമ മെയിനോളി വെറുതെ മീനാവാ. അച്ഛനെ ഇപ്പൊ സെലിബ്രിറ്റി ആയി. അപ്പൊ ഗൈസ് നമ്മളെ മൗലൂദൈനി ഫുഡ് കഴിക്കാൻ ഒരു കോംപ്രമൈസ് ഇല്ല. ആരും വെയിറ്റ് ചെയ്യാൻ നിങ്ങളിതല്ലേ എന്തായാലും തങ്ങൾ ഫസ്റ്റ് ഇരിക്കും. അപ്പൊ എന്തേ കമ്പനി കൊടുക്കാൻ എങ്ങനെ ഇരുന്നത്? വെറുതെ ലീഡറാക്കി കേട്ടാ. വിളിച്ചാത്തവര് ഇതൊക്കെ വിളിച്ചവരല്ലേ? ഇത് വിളിക്കാത്ത ടീം. നമ്മളെ ഭാഗ്യം എന്താ പറയാ, നമ്മുടെ സെക്കൻഡ് വ്ളോഗിൽ തന്നെ ഇല്ലേ ഒരു സെലിബ്രിറ്റിനെ കിട്ടി. ചേർന്ന് നോക്കൂ. ഷാന് PG അനുഭവങ്ങൾ കേൾക്കണമെങ്കിൽ ഇവിടെ വലിയ ആള്. എന്താ ഫുഡ് എന്താണ്? നല്ല നല്ല അടിപൊളി ലഗോൺ ബിരിയാണിയും പിന്നെ അച്ചാറുണ്ട്, തൈരുണ്ട്. പറ. ആ ലഗോണല്ലേ മുത്തേ? ലഗോൺ അങ്ങനെയൊക്കെ ഉണ്ടാവുക.
അക്ബർ സപ്ലൈ കൊടുത്തേ ആ അക്ബർ മനസ്സോക്കല്ലേ നമ്മൾ ഫുഡ് കഴിക്കുമ്പോ തെളിവായി അന്നെ വെയിറ്റ് ചെയ്യുന്നത് എന്താ 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 പരിപാടി അല്ല എന്താ ലേറ്റ് ഫുഡ് ഇറങ്ങണില്ല നാശ അപ്പുറം ഷായില്ലാട്ടില്ലേ മറ്റേ പടയില്ലേ മഹേഷ് പ്രതികാരം അതിനുള്ള പോലെ നമ്മള് എന്താ പറ നമ്മള് മുഫീദിന്റെ കുടിയിരിക്കലിന് മുഫീദിന്റെ എല്ലാ വീട്ടിലും നമ്മുടെ ഹോം ടൂറിന്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുക്കുന്ന സാധനമാണ് നമ്മളെ 41 ആൾക്കാരെ ഫ്രെയിമിൽ കൊള്ളിച്ച് ഒരു കാർട്ടൂൺ ഫോട്ടോ എന്റെ കോളായിരുന്നു ഇവിടെ ബസ് ഞാൻ ഇന്ന് കുറച്ച് തങ്ങളൊരു ബാഫിക്ക് തങ്ങളെ ഫീൽ ഇതാണ് തങ്ങള് ഒരു ബാഫിക്ക് തങ്ങളെ ഫീൽ അല്ലേ തങ്ങളെ കാണാൻ ഇതാണ് നമ്മൾ ഡിസൈനർ അപ്പൊ അടുക്കടക്ക് നമ്മൾക്ക് ഇനി എന്തെങ്കിലും ഈ വ്ളോഗ് കാണുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഡിസൈൻ പരമായ എന്തെങ്കിലും ആണെങ്കിൽ അല്ല മറ്റേ എന്റെ മീഡിയ ഇല്ലേ എന്റെ ചാനൽ വരുന്നതിനും ഡിജി അസിസ്റ്റന്റ് മീഡിയ ഹബ്ബ നമ്മളെന്ത് ചെയ്യാ ഇതിന്റെ ലിങ്ക് നമ്മളെ ബയോയില് അതെന്താ ഡ്രസ് കോഡ് മറ്റേ ഡയലോഗ് ഇല്ലേ രമേശിനെ കടന്ന് എടുത്ത് പറഞ്ഞില്ല തെണ്ടി അങ്ങനെ കൊറേ പച്ചക്കാരെ കാണിച്ചവിടെ പച്ച എണ്ണയാലോ അങ്ങനെ ഫുഡ് എങ്ങനെയുണ്ട് നല്ല ഫുഡായിരുന്നു ഇന്ന് മാഷാഅല്ലാഹ് അൽഹംദുലില്ലാ. നമ്മുടെ ടേബിൾ 4 പാത്രം കൊണ്ടുവന്നു, 2 പാത്രം അടിച്ച് വൃത്തിയാക്കി. ഏറ്റവും കൂടുതൽ തിന്നത് സിയാദാണ്. സിയാദിന്റെ വീട്ടിൽ പോകുമ്പോൾ നമ്മൾ ഇതുപോലെ തിന്നും. സിയാദ നീ ഏറ്റവും കൂടുതൽ ഫുഡ് കഴിച്ചാള് ടേബിളില് ഞാൻ പറയാ ഞാൻ എന്റെ എക്സ്പ്ലനേഷൻ കേൾക്കണം. ഷുഐബ്, ആഷിം ബി, നാസി, പിന്നെ എന്റേത്, പിന്നെ ഫവലുണ്ട്. ഈ 5 ആൾക്കാരത്തിന്റെ പാത്രത്തിന് മുന്നിലിട്ടിട്ട് പാവ നിരപരാധിയായ എന്നെ അവര് പീഡിപ്പിക്കായിരുന്നു. അവരിട്ടിട്ട് ഭക്ഷണം കഴിക്കാൻ പോലും സമ്മതിക്കണം. ഉച്ചക്ക് ചോറ് സിയാദിന് നീതി വേണം. ഞാൻ എന്റെ ഈ കോല നോക്ക്. നമുക്ക് അപ്പൊ ഇത് കാണുന്ന കേസ് എന്ത് ചെയ്യാം, കാണുന്ന ആൾക്കാരെന്ത് ചെയ്യാം, കമന്റ് ബോക്സ് കമന്റ് ഇടാം ജസ്റ്റിസ് ഫോർ സിയാദ്. സിയാദ് AI ആണ്, അവൻ പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കരുത്. സെൻസറാ ഫുഡ് കഴിച്ചില്ലേ ഫുഡ് പൊളിയായിരുന്നു. പക്ഷെ ഈ വിളിച്ചാത്തവരൊക്കെ പാടാൻ വന്നിട്ട് ആകെ എന്തിനങ്ങോട്ട് വന്ന് ചോദ്യം വിളിക്കാത്തവരുതാ വിളിച്ചോന് ഈ ഫോട്ടോത്തിലല്ലോ, ഈ ഫോട്ടോത്തിലില്ലാത്ത മുഖങ്ങൾ എവിടെ കണ്ടോ ഫുഡ് ഇവിടെ ഉണ്ടോ? വളരെ എല്ലാ ഇജ്ജ് പറ ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡ് മാഷാഅല്ലാഹ് അടിപൊളി. എല്ലാ ഫുഡും ബ്ലോഗില് അടിപൊളി. വിഷയം പറഞ്ഞു പിന്നെന്താ പറ്റിയത്? ഇവിടെ ഇത് കടിച്ചു നോക്കാം. തടിച്ചാണ് നല്ലത് പറഞ്ഞു. ഇതെന്താണ് വളിപുര മാത്രം മതി. അല്ല എന്താ പറ്റിയെന്ന് എന്തോ പറ്റുണ്ടല്ലോ. ഇവിടെ ചന്ദ്രനുണ്ടോ? ശിവേട്ട അവിടെ ചന്ദ്രനുണ്ടോ? ഇല്ല.
ഇവിടെ ശ്രുതിയുണ്ട് വിളിച്ച് സംസാരിച്ചോടാ. എല്ലാരും ഒരു മഹത്തായ പരിപാടി. ഫുള്ള് എല്ലാരും അറിയാം. ഇവിടെ എല്ലാവരും നിൽക്കുമ്പോഴാണ് ഒരാളെ വ്യക്തിഗത എന്തിനാണ് നീ ഷർട്ടൊക്കെ അല്ലേ കൊടുക്കോ ഷർട്ട് കൊടുക്കോ കയ്യൂലൊക്കെ നമ്മളൊരു കൊല്ലാള് മാറിപ്പോ നമ്മളെ പറ്റാതെ ചോദിച്ചതാണ്. ഇവിടെ നേരത്തെ പറഞ്ഞ സ്വാലി ഒന്ന് സെക്കൻഡ് പുള്ളി ശിവേട്ട അവിടെ ചന്ദ്രനുണ്ടോ? ഇല്ല, ഇവിടെ ശ്രുതിയുണ്ട്. ഒരു വീഡിയോ അതിലെടുത്തോ. നമ്മള് മുഫീദിന്റെ വീട്ടിൽ കൂടലിന് ഗിഫ്റ്റ് കൊടുത്താണ്. ചിരിക്കണം. ഇതും പിടിക്കും നമുക്ക് പൊളിക്കല്ലേ. മെല്ലെ 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 അല്ലടി ഇത് മറ്റേ ആക്കില്ല. ഇതൊക്കെ എന്തായാലും ഉണ്ടാവും. അപ്പൊ നമുക്കൊരു ഫീഡ്ബാക്ക് നമ്മളെ ഫസ്റ്റ് ഹോം ടൂർ. ഉണ്ടായിട്ട് പോലും നല്ല ഫുഡ് ഇതാണ് വലിയ എഴുത്തുകാരനാണ്, വലിയ കേരള അറിയപ്പെട്ട നമ്മുടെ മൈക്കൊന്നില്ല. 2010 തിരുവനന്തപുരത്ത് പോയിട്ട് വലിയ നേട്ടങ്ങളൊക്കെ നേടിയ വലിയൊരു പ്രമുഖ വ്യക്തിയാണ്. അപ്പൊ സാറിന്റെ ഒരു ഹായോട് കൂടി ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യും. സാർ ഇങ്ങനെ ക്യാമറയിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ ഈ പരിപാടി നമ്മളെ ബേസിക്കലി നമ്മളിതാ ഫസ്റ്റ് ഷൂട്ട് ചെയ്തത്. നമുക്കൊരു ഇൻട്രൊഡക്ഷൻ വ്ലോഗ് വേണം. നമുക്കൊരു ഇൻട്രൊഡക്ഷൻ വ്ലോഗ് ഉണ്ടാവും. ഫസ്റ്റ് അപ്ലോഡ് ചെയ്യും. അപ്പോ ഈ ചാനൽ കാണാൻ കാണുമെങ്കിൽ ഇപ്പോൾ പറയാം. 41 വീഡിയോയുള്ള 41 വ്ളോഗ്സും അത് ഏകദേശം തിരുവനന്തപുരം മുതൽ, അത് മാത്രല്ല കാസർഗോഡ് മുതൽ അപ്പൊ നെക്സ്റ്റ് വ്ലോഗ് കാണുന്നവരെ സ്റ്റേ ട്യൂൺ.